ത്തിന് സ്തോത്രം. എൻ്റെ പേര് ഷീല ജോൺ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുക്രിസ്തു എനിക്ക് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ എന്ന് മറിയ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു. ഈ കഴിഞ്ഞ 2025 വർഷം ആദ്യം മുതലേ ഞാൻ വളരെയധികം പല വിധത്തിലുള്ള രോഗത്താൽ ഭാരത്താൽ ഞാൻ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ 2025 അവസാന വർഷമായപ്പോൾ ആ കയ്പിൻ്റെ അനുഭവത്തിൽ നിന്ന്, ആ പൈശാചികമായ ആ രോഗാത്മാവിൻ്റെ ബന്ധനത്തിൽ നിന്ന് പൊട്ടിച്ച് പുറത്തു വരുവാനും ഒരു വിടുതൽ പ്രാപിപ്പാനും ദൈവം സഹായിച്ചു. ഞാൻ 4-5 വർഷങ്ങൾ കൊണ്ട് പല വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുകയായിരുന്നു. എൻ്റെ അസുഖം എന്ന് വെച്ചാൽ ഞാൻ രാത്രിയിലാണെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ രാത്രി കിടക്കുന്ന സമയങ്ങളിൽ ഒരു ഫ്ലൂയിഡ് എൻ്റെ മൂക്കിൽ നിന്ന് വരുമായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് അത് എൻ്റെ തലയിൽ നിന്ന് വരുന്നതാണെന്നാണ് എൻ്റെ ചിന്തയായിരുന്നു. അപ്പോൾ എനിക്കെന്തോ അസുഖമാണെന്നുള്ള ഒരു ഭയം എന്നെ അലട്ടുകയുണ്ടായി. ഞാൻ അതിങ്ങനെ വന്നു തുടങ്ങിയത് ഞാൻ പല ആശുപത്രികളിലും അഭയം പ്രാപിക്കേണ്ടി വന്നു. പല സ്ഥലങ്ങളിലും പോയി പല ടെസ്റ്റുകളും ചെയ്തു. എന്നാൽ അതിലൊന്നിലും എനിക്ക് ഒരു വിടുതൽ ലഭിച്ചില്ല. അവർ ഓരോ ടെസ്റ്റുകളും നടത്തുമ്പോൾ അവർ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു വിടും. അങ്ങനെ പറയുമെങ്കിൽ എനിക്ക് വീണ്ടും ഈ അസുഖത്തിൻ്റെ ഇത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ 4-5 വർഷങ്ങൾ കൊണ്ട് ഒരു തൈറോയിഡിൻ്റെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമായിരുന്നു. ഞാൻ 4 മാസത്തിലൊരിക്കൽ ആ ഡോക്ടറെ പോയി കാണണമായിരുന്നു. ആ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഞാൻ ഈ അനുഭവം പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു ENT ഡോക്ടറെ കാണണമെന്ന്. അങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ഒരു ENT ഡോക്ടറെ കാണാൻ പോയി. അവിടെ പോയി എൻ്റെ ഈ അവസ്ഥകളെല്ലാം പറഞ്ഞപ്പോഴും അവർ ഓരോ ടെസ്റ്റുകൾ ചെയ്യുകയുണ്ടായി. സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അലർജി ടെസ്റ്റ് ചെയ്തു. ഓരോ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ ടെസ്റ്റിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അവസാനം അവർ എന്നെ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ റെഫർ ചെയ്തു. ആ ഗ്യാസ്ട്രോ ഡോക്ടറെ പോയി കണ്ടപ്പോഴും ആ ഡോക്ടർ ഒരു എൻഡോസ്കോപ്പി ചെയ്യാൻ എഴുതി തന്നു. അതിനുള്ള ഡേറ്റ് തന്നു. ഞാൻ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയി. ആ എൻഡോസ്കോപ്പി ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ അവർ പറഞ്ഞത് ഇയാൾക്കൊരു അസുഖമില്ല, ഒരു കൗൺസിലിംഗ് ഡോക്ടറെ കാണണം. ഒരു കൗൺസിലിംഗ് ഡോക്ടറെ കാണാൻ വേണ്ടി എന്നെ റെഫർ ചെയ്തു. അതിൻ്റെ നമ്പരും തന്നു വിട്ടു. ഞങ്ങൾ ആ റിസൾട്ടും വാങ്ങി വെളിയിലിറങ്ങിയിട്ട് ഇനി നമുക്ക് ആ ഡോക്ടറെ ഒന്നും കാണണ്ട, കൗൺസിലിങ്ങിനൊന്നും പോകണ്ട, ഇത് പൈശാചികമായിട്ടുള്ള പ്രവൃത്തിയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. എന്നാൽ വീണ്ടും ഞങ്ങൾ ഈ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വലിയവ ചെയ്യണം, എന്നെ ദുഃഖിതയാക്കി തീർക്കരുത്, എന്നെ മാറാ രോഗത്തിനൊന്നും അടിമയാക്കി തീർക്കരുത് എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് പലപ്പോഴും എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവം എത്ര വലിയവനാണ്, എത്ര നല്ലവനാണെന്ന് എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ എൻ്റെ യേശുക്രിസ്തു എനിക്ക് ഭാഗ്യം തന്നു. ആ റിസൾട്ട് കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഈ രോഗത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നുകൊണ്ടിരുന്നു. ആദ്യം ചില വല്ലപ്പോഴും ഒരിക്കലൊക്കെ അങ്ങനെ വരുമായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് അത് ആഴ്ചതോറും വരുവാനിടയായി, പിന്നെ അത് ദിവസവും വരുവാൻ ഇടയായി. പിന്നെ ഈ 2025 ആയപ്പോൾ എനിക്ക് മിക്ക ദിവസവും ആ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അത് വരുമ്പോൾ ആ ഫ്ലൂയിഡ് വരുമ്പോഴിങ്ങനെ നമ്മുടെ ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ നാഭിൽ കയറുമ്പോഴത്തെ ഒരു എരിവും ആ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് പിന്നീടുണ്ടായി. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഇതുപോലെ ഈ രാത്രി ഈ ഫ്ലൂയിഡ് വരുമ്പോൾ ആ എരിവ് പോലെ വന്നിട്ട് വളരെയധികം ഭാരപ്പെട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള ചുമയായി മാറി. ചുമച്ച് ഈ ആഹാരമെല്ലാം ഛർദ്ദിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ചിലപ്പോൾ വീണ്ടും പോയി കിടക്കുമ്പോൾ വീണ്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമായിരുന്നു. ഞാൻ എൻ്റെ ഈ അവസ്ഥ മറ്റുള്ളവരോട് ആരോടും പറയില്ല. ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിലും ആരെന്ത് ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു വാക്കാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ പോലും അത് എന്താണമ്മ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് അവരോട് ഞാൻ പറയുമായിരുന്നു. എന്നാൽ പിന്നീട് അവരിങ്ങനെ ചോദിക്കുമ്പോൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി ഞാനൊരു ഷോൾ എൻ്റെ എടുത്തിട്ടിരിക്കുമായിരുന്നു. ഞാൻ എണീറ്റ് പോകുമ്പോൾ അവരത് ശ്രദ്ധിക്കും. അതുകൊണ്ട് ഞാൻ ആ ഷോളിൽ തുടയ്ക്കുമായിരുന്നു. ഞാൻ
എന്നിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ ദൈവമേ, എന്നെ ഇത്രമാത്രം ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ ഉറങ്ങുന്നതിന് വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞാൻ ആഹാരം കഴിക്കുന്നത് പിന്നെ കുറച്ചു. ഉച്ചയ്ക്കൊക്കെ കഴിക്കുമെങ്കിൽ രാത്രിയിൽ ഞാൻ എന്തെങ്കിലും ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കുടിച്ചിട്ട് കിടക്കുമായിരുന്നു. എങ്കിലും ആ ബുദ്ധിമുട്ട് എനിക്ക് വരുമായിരുന്നു. അങ്ങനെ ഈ അസുഖം കുറയാതെ വന്നപ്പോൾ ഞാൻ ഈ എൻഡോസ്കോപ്പി ചെയ്തു. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഡോക്ടറെയും കാണണ്ട എന്നുള്ള ചിന്തയിലിരുന്നു. എന്നാൽ ആ അവസരത്തിൽ എനിക്ക് ഛർദിലിൻ്റെ പ്രയാസമുണ്ടായി. മാറാത്ത ഛർദിലായതുകൊണ്ട് വീണ്ടും ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ എന്നെ അഡ്മിറ്റാക്കി. എപ്പോഴും ഞാൻ ഈ ഫ്ലൂയിഡ് വരുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവർ ഓരോ ടെസ്റ്റുകളും നടത്തി അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ CT സ്കാൻ ചെയ്യാനിടയായി. ആ CT സ്കാനിൻ്റെ റിസൾട്ടിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഭവനത്തിൽ വന്നു. ഏകദേശം 10 ദിവസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. പിന്നീട് ഛർദിലെല്ലാം കുറഞ്ഞു. ഈ ടെസ്റ്റും ചെയ്ത് അതിനും കുഴപ്പമില്ല എന്നറിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. എങ്കിലും വീട്ടിൽ വരുന്നതിന് ശേഷം വീണ്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഫ്ലൂയിഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അവസാനം ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവരെല്ലാവരും പറയും, ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ ചെയ്യണം, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആദ്യം എനിക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നാൽ ഈ 2025 വർഷമായപ്പോൾ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. ഞാൻ അല്പം ആഹാരം എടുക്കുമ്പോൾ അത് അല്പം കഴിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ 2 ഇഡ്ഡലിയാണ് എടുക്കുന്നത്, ഞാൻ 1 ഇഡ്ഡലി കഴിക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിൽ അത് സ്ട്രക്കായി നിൽക്കും. പിന്നെ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് ആ ആഹാരം ഇറങ്ങുന്നത്. വീണ്ടും ഞാൻ കഴിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ആഹാരം ഇറങ്ങിയാൽ അതെല്ലാം തിരിച്ചൊമിച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെയധികം ഞാൻ ബുദ്ധിമുട്ട്, വളരെയധികം ഭാരത്തോടെ ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഇരിക്കരുത്, ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കെയർ ഓഫിൽ തന്നെ ഒരു ENT ഡോക്ടറെ അവർ പോകുന്ന ചർച്ചിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലിയുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ കെയർ ഓഫിൽ ആ വ്യക്തി തന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നു. അവർ അവിടെ വീട്ടിൽ പ്രെയറിന് വന്ന സമയത്ത് എൻ്റെ കാര്യം അവർ പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി നോക്കാം, എന്തായാലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് അത് നോക്കി ക്ലിയർ ചെയ്യണം, എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ ആഹാരം ഇറങ്ങാത്ത അവസ്ഥ ഉണ്ടാകില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നു. എന്നാൽ ഞാനത് അവരെടുത്ത് തന്ന ദിവസം ഞാൻ പോയില്ല. കാരണം ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി എനിക്ക് അക്ഷയ വരെ പോകണമായിരുന്നു. അതിനു വേണ്ടിയല്ല, ഞാൻ കുഞ്ഞുങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ചർച്ച് ബേസിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്കതിന് പോകാനുള്ളതുകൊണ്ട് ഞാനിതന്ന് ഈ അപ്പോയിൻമെൻറ്റ് ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു. എന്നാൽ വീണ്ടും ഏകദേശം 1 മാസത്തോളം വീണ്ടും അവർ പറഞ്ഞു. വീണ്ടും ഒന്നേത് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ പോയത്. അവിടെ പോയ ദിവസം മുതൽ തന്നെ അവർ ആദ്യം ഒരു എൻഡോസ്കോപ്പി ചെയ്തു. അവർക്ക് വ്യക്തത കിട്ടാത്തതുകൊണ്ട് അവർ രണ്ടാമതൊരു ഫ്ലൂറോസ്കോപ്പി ചെയ്തു. അതിലും അവർക്ക് വ്യക്തത കിട്ടാത്തതുകൊണ്ട് മൂന്നാമതൊരു ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു CT സ്കാൻ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഈ ഡോക്ടേഴ്സ് അവർ പരസ്പരം സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു രോഗമുണ്ട് എന്നുള്ള രീതിയിലുള്ള അവരുടെ സംസാരം, അവർക്ക് ഒരു വ്യക്തത കിട്ടുന്നില്ല. ക്രമേണ എൻ്റെ വെയിറ്റ് കുറയാനിടയായി. ഞാൻ ശാരീരികമായി ഒത്തിരി ക്ഷീണിച്ചു. അപ്പോൾ ഈ ക്ഷീണം എല്ലാം കൂടെ ആയപ്പോൾ അവർ എന്തോ മാരമായിട്ടുള്ള എന്തോ അസുഖമാണെന്നുള്ളൊരു ചിന്തയിൽ, അവരുടെ സംശയത്തിൽ അവർ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വ്യക്തതയും കിട്ടുന്നില്ല. അവസാനം അവർ CT സ്കാൻ ചെയ്തു. ആ CT സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി പോയപ്പോൾ ആ റൂമിൽ ഞാൻ ഇരുന്നിട്ട് അവർ ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭാരമുണ്ടായി. ഓരോരുത്തരും വന്ന്, ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്, വെയിറ്റ് കുറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തോ സംശയം ഉള്ളതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഭാരം എനിക്കുണ്ടായി. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ യേശുപ്പച്ച, എന്നെ ഒരു അസുഖത്തിനും കൊണ്ടിടരുത്, മാരമായ ഒരു രോഗത്തിനും എന്നെ അടിമയാക്കരുത്, എൻ്റെ യേശുപ്പച്ച എന്നെ സഹായിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കേണ്ടതായിട്ടുണ്ട്, എന്നെ ദുഃഖിതയാക്കി തീർക്കരുതേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ വളരെയധികം ഭാരത്തോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. പിറ്റേ ദിവസമാണ് റിസൾട്ടിന് വേണ്ടി പോകാൻ പറഞ്ഞത്. ഞാൻ
വീട്ടിൽ വളരെയധികം ഭയം. എന്നാൽ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും അതൊന്നും ഞാൻ മറ്റുള്ളവരെ പ്രദർശിപ്പിക്കാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരുമായിരുന്നു. എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുമായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഭവനത്തിൽ വന്ന ഉടനെ എൻ്റെ റൂമിൽ കയറി എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ചിന്തയിൽ ഞാൻ വന്നപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു സഹോദരൻ വീട്ടിൽ വന്നിരിക്കുന്നു. ആ മാമൻ പാസ്റ്ററാണ്. ആ മാമനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് മാമൻ പോയതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാമെന്നുള്ള ചിന്തയിലിരുന്നു. അങ്ങനെ മാമൻ പോകാൻ നേരത്ത് പ്രാർത്ഥിക്കാനായി എണീറ്റപ്പോൾ ഞാനും പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വിഷമത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പരസ്യം പോലെ ഒരു സീനറി പോലെ ഇങ്ങനെ പോയി അതിലൊരു വാക്യം ഇങ്ങനെ എഴുതി, ആ വാക്യം മാത്രമാണ് എഴുതി കാണിച്ചത്. മത്തായി 8:16-17 ഇംഗ്ലീഷിലാണ് അതിങ്ങനെ എഴുതി കാണിച്ചത്. ആ വാക്യം കണ്ടപ്പോൾ ഇതെന്താണ് ദൈവമേ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് മാമൻ പോയതിന് ശേഷം ഞാൻ ബൈബിൾ വന്ന് എടുത്ത ആ വാക്യം എടുത്ത് ഞാൻ നോക്കിയപ്പോൾ ആ വാക്യപ്രകാരമായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അവൻ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്ക് സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ദൈവം എനിക്കൊരു ഉറപ്പ് തന്നു. എൻ്റെ ആ ഉള്ളിലുണ്ടായിരുന്ന ആ ഭാരം അപ്പോൾ അങ്ങ് മാറിപ്പോകാനിടയായി. എനിക്ക് ഈ വചനം തന്ന് ദൈവം എന്നെ ഉറപ്പിച്ചു. ദൈവം ശക്തനാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നെനിക്ക് അപ്പോൾ മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. അത്രയും നേരം ഞാൻ വളരെയധികം ഭാരത്തോടായിരുന്നു. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു ഉറപ്പ് തന്നു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേന്ന് രാവിലെ റിസൾട്ട് വാങ്ങാനായിട്ട് പോകാൻ റെഡിയായി നിന്നിട്ട് ഞാൻ വീണ്ടും വായിക്കാനായിട്ട് ബൈബിൾ എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ വാക്യം 2 ദിനവൃത്താന്തം 29:30 ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ആ വാക്യം അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇനി പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ദൈവം എനിക്ക് തന്നത്. കാരണം ഞാൻ അതിനു മുമ്പ് പോയ ഹോസ്പിറ്റലുകളിലെല്ലാം ഞാൻ പോകുമ്പോൾ അവർ 2 ആഴ്ചയിൽ ഒരിക്കൽ വരണമെന്ന് പറഞ്ഞ് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും മെഡിസിൻ തന്നെങ്കിൽ വിടുമായിരുന്നു. എന്നാൽ ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ആഴ്ച തന്നെ അവർ തുടരെ എല്ലാ ടെസ്റ്റുകളും നടത്തി എല്ലാം വളരെ പെട്ടെന്ന് നടക്കുവാനിടയായി തീർന്നു. ആ റിസൾട്ട് തന്നപ്പോൾ റിസൾട്ട് വാങ്ങിച്ച് നോക്കിയപ്പോൾ അതിലുള്ള എൻ്റെ അസുഖം അൽക്കേഷ്യ കാർഡിയ എന്നുള്ളൊരു അസുഖമായിരുന്നു. അതായിരുന്നു അന്നനാളം ചുരുങ്ങുന്ന ഒരു അസുഖമായിരുന്നു. ഡോക്ടർ പറഞ്ഞ് ഇതിപ്പോൾ കണ്ടുപിടിച്ചത് തന്നെ അത്ഭുതമാണ്. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന രോഗമല്ല, ഇതൊരു റെയർ രോഗമാണ് എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. ആ റിസൾട്ട് കിട്ടിയിട്ട് ആ ഡോക്ടർ തന്നെ വീണ്ടും ഗ്യാസ്ട്രോ റെഫർ ചെയ്ത് ഞങ്ങൾ അന്ന് തന്നെ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണാൻ പോയി. ഞാൻ ചിന്തിച്ചു എനിക്ക് മെഡിസിൻ എഴുതി തരുമെന്നുള്ള ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ആ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ആ റിസൾട്ട് കണ്ട ഉടൻ പറഞ്ഞ് ഇത് മെഡിസിനിൽ ക്യൂർ ആകത്തില്ല, ഇതിനൊരു ഓപ്പറേഷൻ വേണമെന്ന് നിങ്ങൾ അത് ചിന്തിച്ചിട്ട് ഡേറ്റ് പറയാൻ പറഞ്ഞു. ആ ഡോക്ടർ നവംബർ 25 ഡേറ്റ് എഴുതി തന്നു. നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു. ഞങ്ങൾ ആ റിസൾട്ടും കൊണ്ട് വീട്ടിൽ വന്ന് എല്ലാവരും ആലോചിച്ച് എന്തായാലും ഓപ്പറേഷൻ നടത്താമെന്ന് ചിന്തിച്ചു. കാരണം ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുക. എൻ്റെ ചിന്തയിൽ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് വിടുതൽ കിട്ടിയാൽ മതി, ആ ഒരു ചിന്തയായിരുന്നു. വളരെയധികം ഭാരത്തോടെ ആയിരുന്നല്ലോ. ആ വാക്യം തന്നെ എന്നെ ഉറപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഉറപ്പിന്മേൽ അങ്ങ് നിലനിന്നത്. അവസാനം ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 17-ാം തീയതി വീണ്ടും ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള രീതി ചിന്തിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വീണ്ടും ഡോക്ടറെ കാണാനായി പോയി. ഡോക്ടർ ഉടനെ സർജൻ ഡോക്ടറെ എടുത്ത് വിട്ടു. സർജൻ ഡോക്ടറിൻ്റെ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് എനിക്കൊരു ടെസ്റ്റ് കൂടെ ചെയ്യണം എന്ന് പറഞ്ഞ് അത് രാവിലെ ഫുഡ് കഴിച്ചത് കൊണ്ട് അപ്പോഴൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ ഒരു ഗ്ലാസ് പാലാണ് ഞാൻ കുടിച്ചുകൊണ്ട് പോയത്. ഞാൻ ഈ ആഹാരം ഇറങ്ങാൻ ബുദ്ധിമുട്ടും ഞാൻ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ എനിക്ക് 1/4 ഗ്ലാസ് പോലും കുടിക്കാൻ പറ്റില്ല. ഞാൻ അത് കുടിക്കുമ്പോൾ തന്നെ അവിടെ സ്ട്രക്കായി നിൽക്കും. വീണ്ടും ഞാൻ സാധാ വെള്ളം കുടിക്കും. അപ്പോൾ ചിലപ്പോൾ അങ്ങ് പോകും, ചിലപ്പോൾ അത് വൊമിറ്റ് ചെയ്യും. അത്രമാത്രം ബുദ്ധിമുട്ടി. അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷനായാലും എങ്ങനെയായാലും എനിക്കൊരു വിടുതൽ കിട്ടിയാൽ മതി എന്നുള്ള ഒരു മനോഭാവമായിരുന്നു എൻ്റേത്.
ഡോക്ടർ അങ്ങനെ രാവിലെ ഞാൻ അത് കഴിച്ചിട്ടുണ്ട് 2 മണിക്ക് ശേഷമേ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം ഭാരം തോന്നി. ദൈവമേ, ഇത്രത്തോളം കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ കരയുന്നതെല്ലാം കണ്ടപ്പോൾ ഡോക്ടർ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ്, നമ്മൾ പേടിച്ചത് അസുഖമൊന്നും ഇയാൾക്കില്ല, അതുകൊണ്ട് പേടിക്കേണ്ട, വേറെ ഒരു അസുഖത്തിലും കൊണ്ടിട്ടിട്ടില്ല, അതുകൊണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത്, സമാധാനപ്പെടുക എന്നിങ്ങനെ എന്നെ സമാധാനപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ 25-ാം തീയതി ഓപ്പറേഷൻ നടത്താമെന്നെല്ലാം നിശ്ചയിച്ചു. ചേട്ടൻ പുറത്താണ്. ചേട്ടനോട് വിളിച്ചു പറഞ്ഞു ചേട്ടനും വരാൻ, ലീവെല്ലാം സംഘടിപ്പിച്ച് വരാമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ 25-ാം തീയതി ഓപ്പറേഷന് വേണ്ടി കടന്നുപോയി. ഡോക്ടർ പറഞ്ഞു ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്, 5-6 മണിക്കൂർ വേണ്ടി വരും, അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം, എല്ലാവരും എനിക്കൊപ്പം നിൽക്കണം എന്നിങ്ങനെ പറഞ്ഞു. ഓപ്പറേഷൻ്റെ കാര്യം അറിഞ്ഞത് മുതൽ ഞങ്ങളുടെ സഭയിലുള്ളവരും സഭയിലെ കർത്തൃദാസൻ, കുടുംബം, സഭാവിശ്വാസികൾ, എൻ്റെ ബന്ധുക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നെ അറിയാമെന്നുള്ളവർ, എൻ്റെ ഭവനക്കാരെ അറിയാമെന്നുള്ളവർ, എൻ്റെ ബന്ധുക്കളായി അതുവരെ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നവർ എൻ്റെ ഈ അവസ്ഥകൾ അറിഞ്ഞ് വിളിക്കുവാനും അവർ പോകുന്ന ചർച്ചകളിൽ, എൻ്റെ പപ്പയുടെയും അമ്മയുടെയും കുടുംബത്തിലുള്ളവരും അവർ പോകുന്ന ചർച്ചിലും എല്ലാം എൻ്റെ ഈ അസുഖ വിവരം പറയുകയും അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ സഭയിൽ നടത്തേണ്ട പല പ്രേയറുകളും ആ ആഴ്ചയിൽ എൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തി. അപ്പോഴെല്ലാം ദൈവദാസന്മാരിൽ നിന്ന് ലഭിക്കുന്ന വചനങ്ങളെല്ലാം എന്നെ വളരെയധികം ഉറപ്പിച്ചു, എന്നെ ബലപ്പെടുത്തി. ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വാക്യങ്ങളെല്ലാം എന്നെ ഉറപ്പിച്ചു നിർത്തി. എനിക്ക് വളരെയധികം ഉറപ്പ് നൽകിയത് ഈ ബൈബിളിലെ വാക്യങ്ങളെല്ലാമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഓപ്പറേഷൻ്റെ അന്ന് 25-ാം തീയതി ചൊവ്വാഴ്ച എനിക്ക് വേണ്ടി പള്ളിയിൽ പ്രത്യേകം അവർ പ്രേയർ നടത്തി. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ദൈവം വലിയവ ചെയ്തു. ഡോക്ടർ പറഞ്ഞ അത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണമെന്നാണ്. അതുപോലെ യേശുപ്പച്ചൻ ഇറങ്ങി വന്ന് ഡോക്ടർക്ക് ഫുൾ സപ്പോർട്ടായി, പ്രാർത്ഥനയാകുന്ന സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഓപ്പറേഷൻ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ എൻ്റെ ദൈവം സഹായിച്ചു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. അത് നന്നായി ചെയ്യുവാനുള്ള കൃപ ഡോക്ടർക്ക് ദൈവം പകർന്നു കൊടുത്തു. ദൈവം എത്ര നല്ലവരെന്ന് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ എൻ്റെ യേശുപ്പച്ചൻ സഹായിച്ചു. അത് കഴിഞ്ഞ് 4-5 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ കടന്നു വരുവാനും ദൈവം സഹായിച്ചു. ഈ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. ഇനി തുടർന്നുള്ള നാളുകൾ ദൈവഹിതപ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എനിക്കുണ്ടായിരിക്കണം. പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഏത് ഭാരത്തോടെ ഏത് പ്രയാസത്തോടെ ആയിരുന്നാലും സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം വലിയവനായി പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഏത് കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നുപോയാലും, ഏത് കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയാലും കയ്പിൻ്റെ അനുഭവം മാറ്റി മാതിരിമാക്കി തീർക്കുവാൻ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ദൈവം സഹായിക്കും. നമ്മൾ ദൈവത്തോട് എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കുമോ, എത്രത്തോളം നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമോ, ദൈവം പ്രാർത്ഥന കേൾക്കാതെ പോകുന്നവനല്ല, നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയുന്ന ദൈവമല്ല എന്ന് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ എൻ്റെ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഭവനത്തിൽ വന്നിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് ഓരോരുത്തരെയും ദൈവം ഒരുക്കി. പിന്നെ ഓപ്പറേഷൻ സമയത്ത് 2-2.5 ലക്ഷം രൂപ വരെ ആകുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ആദ്യം ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആ ദിവസം ഞാൻ പോയില്ല. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. കാരണം അന്ന് ഞാൻ ഹെൽത്തിൻ്റെ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെയും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ അതെല്ലാം ചെയ്ത് വീട്ടിൽ വന്നിട്ട് വീണ്ടും എനിക്ക് ഒരു പേപ്പർ വർക്കിന് വേണ്ടി വീണ്ടും എനിക്ക് അക്ഷയയിലോട്ട് പോകണമായിരുന്നു. ഞാൻ അതിങ്ങനെ പോയ സമയത്ത് എനിക്ക് പനിയുടെ പ്രയാസമുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുന്ന, വയ്യാത്ത ഞാൻ ഇങ്ങനെ എന്തിനാണ് പോകുന്നത്, ഇനി ഞാൻ രോഗിയായി തീരുമോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് വേണ്ടി ദൈവം തുടങ്ങിപ്പിച്ച് തരുന്ന ഒരു പുതിയ സ്കീം അപ്പോൾ നിലവിൽ വന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ ചോദിച്ച് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 1 മാസം ആയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുന്നത്.
ഡോക്ടർ ചോദിച്ചു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ്, അത് കിട്ടുമോ എന്നെനിക്കറിയില്ല. ദൈവമക്കളെ, ഞങ്ങൾക്ക് ഒരു പൈസ പോലും ചിലവാക്കാതെ ആ ഹെൽത്ത് ഇൻഷുറൻസിനും തന്നെ പൈസ ലഭിക്കാൻ ദൈവം സഹായിച്ചു. ദൈവം എത്ര നല്ല, എനിക്ക് എല്ലാ യേശുവിനെ എനിക്ക് ഒരുക്കി തന്നിട്ടാണ് ദൈവം എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത്. ദൈവം എത്ര നല്ലവനെന്ന് എൻ്റെ അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ ദൈവം സഹായിച്ചു. ഇനിയുള്ള നാളുകളിൽ ദൈവത്തിന് വേണ്ടി ദൈവഹിതപ്രകാരം ദൈവത്തിനൊരു ഉത്തമ സാക്ഷിയായി നിലനിൽപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട്